ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർ എന്ന് പറയുന്നൊരു മലയാള സിനിമയുടെ ലൊക്കേഷനിലാണ്. അപ്പം ഇവിടെ ഇപ്പം മറൈൻ ഡ്രൈവിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഔട്ട്ഡോർ ഷൂട്ടാണ്. അപ്പം നമ്മൾ പൊരിഞ്ഞ വെയിലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇത് ഡയറക്റ്റ് ചെയ്ത് നമുക്കെല്ലാവർക്കും അറിയാം, സുനിലേട്ടനാണ്. നമ്മൾ മാസ്ക് എന്ന സിനിമ മുന്നേ ചെയ്ത ആൾ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഞാനിത് ചെയ്യുന്നൊരു നല്ലൊരു കഥാപാത്രമാണ്. ഒരു ത്രില്ലിങ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കഥാപാത്രമാണ്. ഈ സിനിമയുടെ ഒരു ജേണർ എന്ന് പറയുന്നത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു 4 ചെറുപ്പക്കാരുടെ കഥയാണ്. അതുകൊണ്ടാണ് 4 എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നല്ലൊരു വിജയചിത്രത്തിൻ്റെ ഭാഗമാകാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഡയറക്ടറോടും ഇതിൻ്റെ പ്രൊഡ്യൂസറോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ സുനിൽ ഹനീഫ്. എൻ്റെ രണ്ടാമത്തെ മൂവിയാണ് 4. ഇതൊരു +2 ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. ഇതിൽ നമ്മുടെ പറവ ഫെയിം അമാൽ ഷാ, ഗോവിന്ദ് പൈ, പിന്നെ ഗൗരവ് മീനോൻ ഇവർ 4 പേരാണ് ലീഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ഇവർക്ക് ഓപ്പോസിറ്റ് ഒരു പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് സിദ്ദിഖേട്ടനാണ്, ആർട്ടിസ്റ്റ്. അതുകൂടാതെ സുരേഷ് കൃഷ്ണ, ജോണി ആൻ്റണി, അലൻസിയർ, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഇതിലുണ്ട്. ഇത് ശരിക്കും ഒരു അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ഒരു റിവൽറി ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. ഇത് ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്താണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ മൂവി കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇതിൻ്റെ പ്രൊഡ്യൂസർ വേണു ഗോപാലകൃഷ്ണൻ സാറാണ്. സാറ് പാലക്കാടാണ്, ബ്ലൂം ഇൻ്റർനാഷണൽ. ഇവരുടെ ആദ്യത്തെ മൂവിയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, സഹകരിക്കണം, സഹായിക്കണം. താങ്ക് യു. ഹായ്, ഞാൻ ഗോവിന്ദ്. നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറവത്തെ അസീഫാണ്. ഇപ്പോൾ ഞാൻ പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. 4 എന്നാണ് പടത്തിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. പൊള്ളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും തിയേറ്ററിൽ പടം ഇറങ്ങുമ്പോൾ പോയി കാണാൻ വിജയിപ്പിക്കുക. എൻ്റെ പേര് വേണു ഗോപാലകൃഷ്ണൻ. ഇതെൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. സിനിമയുടെ പേര് 4 എന്നാണ്.
നാല് ഫേമസ് ആയിട്ടുള്ള കുട്ടികളെ വെച്ച് എടുക്കുന്നൊരു സിനിമയാണ്. എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ഒരു സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഉരുത്തിരിഞ്ഞ് വന്നൊരു സംഭവമാണ് ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത്. കുഴപ്പമില്ല, സിനിമ നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതെല്ലാവരും കാണുക, എല്ലാവരും സിനിമയെ കണ്ട് പുതിയ പ്രൊഡ്യൂസറിനെ പ്രോത്സാഹിപ്പിക്കുക. ഹായ്, ഞാൻ മിനോൺ. ഫോർ എന്ന് പറയുന്ന പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിൻ്റെ ഏതാണ്ട് ഫൈനൽ ഡേയ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 4 പിള്ളേരുടെ കഥ പറയുന്ന ഒരു പടമായിരുന്നു. അതിനകത്തൊരു ലീഡ് ആയിട്ടുള്ള 4 പേരിൽ ഒരാളുടെ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൂടെ നമ്മളെ പറവയിലുണ്ടായിരുന്ന അമൽ ഷായും ഗോവിന്ദ് പയ്യും എല്ലാവരും ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഗൗരവും ഈ പടത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിദ്ദിഖ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ട് തുടങ്ങുന്ന സിനിമകളിലുള്ള ഒരു സിനിമയാണ് ഫോർ എന്ന് പറയുന്നത്. കൊറോണയ്ക്ക് ശേഷം ആദ്യം തുടങ്ങിയ ഒരു 10 പടത്തിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ സിനിമയും. ഇവരെ ഭാഗ്യത്തിന് കൊറോണയുടെ കുഴപ്പമില്ല, കോവിഡ് പ്രോട്ടോക്കോളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കാം ഇതുവരെ അങ്ങനെ കൊറോണ ഒന്നും വരാതെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾ നമ്മുടെ സിനിമയെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ യെസ്, ഇതൊരു ബേസിക്കലി ഒരു ഫീൽ ഗുഡ് വേർഡാണ്. ഇത് കുട്ടികളുടെ കഥയാണ് പറയുന്നത്. ഒരു കോമഡി എന്ന് പറയുന്ന ഒരു കോമഡി ത്രില്ലർ ജോണറിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പടമായിട്ടാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുനിൽ ഹനീഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടി ചെയ്ത ഒരു സിനിമയാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു സന്തോഷവും നമ്മുടെ ആ ഒരു കൂട്ടും, ലൈക്ക് നമുക്ക് ബേസിക്കലി പേഴ്സണലി വളരെയേറെ അടുത്ത് പരിചയമുള്ള കൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന
നമ്മുടെ ആ ഒരു എൻജോയ്മെൻറ്റ് ഉറപ്പായിട്ടും സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പടം സെറ്റായി വരുമ്പോഴേക്കും തിയേറ്ററൊക്കെ തുറക്കും. തിയേറ്ററിൽ വന്ന് നിങ്ങൾക്ക് പടം കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. തിയേറ്ററിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ OTT റിലീസാണെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ കറക്റ്റായിട്ട് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ കൂടെ നിൽക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. അടിപൊളി. Hi, you are watching Talks. Let me talk. Thanks for watching.